ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി. എൻ്റെ പേര് ജോഷി, കോട്ടയം ജില്ലയിലെ അയർക്കുന്നം പുന്നത്തറ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭാര്യ ഷൈനി, ഞങ്ങൾ രണ്ടും കൂടെയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി 2023 ജൂലൈ മാസത്തിലാണ് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് എൻ്റെ ഇളയ മകന് ന്യൂസിലാൻഡിന് പോകാനായിട്ടുള്ള പേപ്പർ വർക്കൊക്കെ താമസിക്കുന്നതുകൊണ്ട് വന്ന് ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവന് പേപ്പറെല്ലാം ശരിയായി ന്യൂസിലാൻഡിന് പോകാനായിട്ട് സാധിച്ചു. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ ഹാളിൽ പെട്ടെന്ന് തലകറങ്ങി വീഴുകയും ബോധം കെട്ട് കുറേ നേരം അനക്കമില്ലാതെ കിടക്കുകയും ചെയ്തു. അന്നേരത്തിനും അവിടെ ഭാര്യയൊക്കെ അടുക്കളയിലായിരുന്നു. അവരറിഞ്ഞില്ല. ഞാൻ ഒരു അരമണിക്കൂറോളം അവിടെ ബോധമില്ലാതെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭാര്യ എന്തോ ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. ഉടനെ അവിടെ നിലവിളിച്ചുകൊണ്ട് ഉറങ്ങിക്കിടന്ന ചെറുക്കനെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഇത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ തറവാട് തൊട്ടടുത്തായിരുന്നു. അങ്ങോട്ട് ഓടി അവരെ എല്ലാം വിളിച്ചുകൊണ്ട് വരാൻ ചെറുക്കനെ പറഞ്ഞു വിട്ടിട്ട് എൻ്റെ തലയെടുത്ത് മടിയിലോട്ട് എടുത്ത് കിടത്തി. അന്നേരത്തേനാണ് എൻ്റെ വൈഫിന് പെട്ടെന്ന് അങ്ങനെ ഒരു വെളിപാട് പോലെ ഉപ്പും ഉടമ്പടി തൈലവും അവിടെ ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അതെൻ്റെ വായിലേക്ക് ഇട്ട് തരികയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു ചെറിയ രീതിയിൽ ബോധം വന്നു. എന്നാലും പൂർണ്ണമായിട്ട് ഏറ്റു നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയുന്നില്ല. സംസാരിക്കുന്നൊന്നും തിരിയുന്നില്ലായിരുന്നു. കിറിയെല്ലാം ഒരു വശത്തോട്ട് കോടിപ്പോയി. അങ്ങനെ കുറച്ച് നേരം കിടന്ന് പറഞ്ഞ അന്നേരത്തിന് അവിടെ നല്ല ആൾക്കാർ ഓടി വന്ന് എല്ലാവരും കൂടി എന്നെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പ്രഷറും ഷുഗറും എല്ലാം ചെക്ക് ചെയ്തു. അതൊന്നും കുഴപ്പമില്ല, നോർമലായിരുന്നു. എന്നാലും ഒരു ന്യൂറോയുടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ് കാരിത്താസിലോട്ട് പറഞ്ഞു വിട്ടു. കാരിത്താസിൽ ചെന്ന് ഞങ്ങൾക്ക് ഒരു MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുത്ത് നോക്കിയപ്പം അവർ നോക്കിയിട്ടും കാര്യമായ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു ദിവസം അവിടെ കിടക്കണമെന്ന് പറഞ്ഞു. ഒരു ദിവസം അവിടെ കിടന്നു. വൈകുന്നേരം ആയപ്പോഴത്തേന് ഞങ്ങളെ വീട്ടിൽ വിട്ടു. ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ എൻ്റെ കിറിയെല്ലാം ഒരു വശത്തോട്ട് കൂടിപ്പോയിട്ട് അന്നേരം എല്ലാവരും പേടിച്ചു. എൻ്റെ കൈയെല്ലാം തണുത്തുറഞ്ഞ പോലെ ആയിരുന്നു ഇരുന്നത്. എന്നാലും ഭയങ്കര ഒരു അത്ഭുതം. അമ്മ മാതാവിൻ്റെ ഈശോയുടെയും 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് അവിടെ ഞാൻ ഓട്ടോയാണ് ഓടിക്കുന്നത്. എനിക്ക് സ്കൂളിലോട്ട് പിള്ളേരെ ഇറക്കുന്ന ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. പിള്ളേരെ ഇറക്കാനായിട്ട് ആദ്യത്തെ ട്രിപ്പ് ഇറക്കി. 2ാമത്തെ ട്രിപ്പ് ഇറക്കാനായിട്ട് ഞാൻ പിള്ളേരെ എടുക്കാൻ പോവുകയായിരുന്നു. അന്നേരത്തിന് ഒരു വളവങ്ക വെച്ച് എൻ്റെ ഓട്ടോയും വേറൊരു ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിക്കുകയും അവിടെ വെച്ച് 2 ഓട്ടോയും മറിയുകയും ചെയ്തു. താഴോട്ട് കുറേ താഴ്ചയുള്ള ഭാഗമായിരുന്നു. എന്നാലും 2 ഓട്ടോയും ആ വഴിയിൽ തന്നെ മറിഞ്ഞു കിടന്നു. ഞങ്ങൾക്ക് ചെറിയ പരിക്കുകളൊക്കെ പറ്റിയുള്ളൂ 2 ഡ്രൈവർമാർക്കും. പിള്ളേരെ എടുത്തുകൊണ്ട് വരുന്ന സമയത്തായിരുന്നെങ്കിൽ ഞാൻ ആരോടെല്ലാം സമാധാനം പറയേണ്ടി വന്നേനെ. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അതൊന്നും ഉണ്ടാകാതെ എൻ്റെ അമ്മ മാതാവിനെ കാത്തു. ഞാൻ സ്ഥിരമായിട്ട് അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസത്തിലെ ഉടമ്പടി ധ്യാനം കൂടാറുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു ജൂൺ 15-ാം തീയതി ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി പോയത്. അപ്പോൾ ആ ഒരു ചൊവ്വാഴ്ച ഞാൻ ധ്യാനം കൂടുമ്പം അച്ഛൻ പറഞ്ഞു, ദർശനത്തിൽ കാണുന്നുണ്ട് മെയ്, ജൂൺ, ജൂലൈ ഈ മാസങ്ങളിൽ വന്ന് ഉടമ്പടി എടുത്തവർക്കും പുതിയതായി പുതുക്കിപ്പോയവർക്കും സഞ്ചാരത്തിലായിരിക്കുന്നവർക്ക് അപകടം കാണുന്നുണ്ടെന്ന് അച്ഛൻ ദർശനത്തിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ ഇങ്ങനെ സഞ്ചാരത്തിലായിരിക്കുന്ന ആരെങ്കിലും, യാത്രയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ മുട്ടേ കുത്തി ഒത്തിരി പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ മോന് അന്നേരം ന്യൂസിലാൻഡിൽ നേഴ്സിംഗ് പഠിക്കാൻ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞേ ഉള്ളൂ. അന്നേരം അവൻ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകാൻ വേണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത സമയമാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ലേ, അവൻ ഈയിടയ്ക്ക് വണ്ടി എടുത്തിട്ടുള്ളൂ, അവിടെ അവന് എന്തെങ്കിലും പറ്റിയാൽ അവിടെ ആരുമില്ല അവനെ നോക്കാൻ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് 10-11 വർഷമായിട്ട് ഇങ്ങനെ ഓട്ടോ ഓടിക്കുന്ന, ഇതുവരെ ഒരു പോറൽ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പിന്നെ അവസാനം മോൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തെങ്കിലും തരുവാണെങ്കിൽ ഞങ്ങൾക്ക് മാത്രം തന്നാൽ മതി, മോനെ നീ കാത്തുകൊള്ളണേന്ന്.
എന്തായാലും ഞാനൊരു ചൊവ്വാഴ്ച ഈ ധ്യാനം കൂടുന്നു. എന്നിട്ട് ഇത് സംഭവിക്കുന്നത് വ്യാഴാഴ്ച. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾക്ക് തന്നെ അപകടം സംഭവിച്ചു. പക്ഷേ എത്ര സുരക്ഷിതമായിട്ട് ആ അപകടം നടത്താവോ അത്രയും സുരക്ഷിതമായിട്ട് മാതാവ് ഞങ്ങളെ കാത്തിരക്ഷിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പത്രം എല്ലാം മേടിച്ചുകൊണ്ട് പോയി. പുള്ളിക്കാരൻ ഓട്ടോയിൽ ആരെങ്കിലുമൊക്കെ കയറുവാണെങ്കിൽ ഏത് ജാതി മതഭേദമന്യേ എല്ലാവർക്കും കൊടുക്കും. ഞാൻ പിന്നെ എൻ്റെ ഇടവക പള്ളിയിൽ പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരുണ്ട്, ഒത്തിരി പിള്ളേർ. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ മക്കളെ, എൻ്റെ 2 പിള്ളേരാണ് എനിക്ക്, ഒന്ന് 25 വയസ്സും ഒന്ന് 20 വയസ്സും. അപ്പോൾ ആ പിള്ളേരുടെ കാര്യം ഓർത്തിട്ട് ഞാൻ അവരെ സമർപ്പിച്ച് കൂടുതലായിട്ടും ആ കുട്ടികൾക്കാണ് കൊടുക്കാറ്. അവർ ഓടി വരും, ആൻറ്റി എന്നാ പോയത് എന്ന് ചോദിച്ചാൽ അവർ ആർത്തിയോടെ വന്ന് ആ പത്രം മേടിക്കാറുണ്ട്. അപ്പം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. നേരത്തെ കഴിഞ്ഞും കൂടുതലൊക്കെ കുർബാനയ്ക്ക് പോകാനും കുർബാന സ്വീകരിക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരും. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-ാം തിരുവചനം പറയുന്നു, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. ഇവിടെ ജോഷി എന്ന സഹോദരൻ തൻ്റെ ജീവിതസാക്ഷി നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു. പെട്ടെന്ന് തന്നെ ഷൈനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഹോസ്പിറ്റലിൽ പോകണോ, ആകെ ഒരു മാനസിക വിഭ്രാന്തി പോലെയായി. പെട്ടെന്നാണ് അമ്മേ എന്ന് വിളിച്ചപ്പോൾ അമ്മ തന്നെ ഷൈനിയെ ഓർമ്മിപ്പിച്ചു കൊടുത്തു, എൻ്റെ വിശുദ്ധ വസ്തുക്കൾ നിൻ്റെ പക്കലുണ്ടല്ലോ, അതെടുത്ത് ഉപയോഗിക്കുക. ഉടനെ തന്നെ അതെല്ലാം പുരട്ടി പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ജീവിതം തന്നെ തകരാറിലാകുമായിരുന്ന ഈ മകൻ്റെ ജീവൻ തിരിച്ചു നൽകി ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ പരിശുദ്ധ അൾത്താരയിൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുവാനായി ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്കും ഇവരോടൊപ്പം ഈശോയ്ക്ക് നന്ദി പറയാം. വലിയ ഒരു അപകടത്തിൽ നിന്നാണ്, വലിയ ഒരു അസന്നിഗ്ധാവസ്ഥയിൽ നിന്നാണ് ഇവരെ ദൈവം കാത്തുപരിപാലിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സഹോദരനാണ്. വളരെ കാലമായി ഒരിക്കലും ഒരു അപകടമുണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മ വളരെ മുൻപ് തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജോസഫ് അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങൾ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഇവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. അതായത് ഈ മാസങ്ങളിൽ, ഈ തീയതികളിൽ ഉടമ്പടി എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക, അപകടം ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോഴേക്കും വിദൂരത്തിലായിരിക്കുന്ന മകനെക്കുറിച്ചായിരുന്നു അമ്മയുടെ ചിന്ത. മകന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും തൻ്റെ ഭർത്താവിന് വരാനിരിക്കുന്ന ഒരു അപകടമാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞില്ല. എങ്കിലും അവർ പരിശുദ്ധ അമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ചു. തങ്ങളുടെ ചുറ്റുപാടും ദൂതരുടെ സംരക്ഷണം വേണമെന്ന് അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പെട്ടെന്നുണ്ടായ ഒരു 2 ഓട്ടോറിക്ഷ വന്ന് കൂട്ടിയിടിച്ച് ഇവർ പറയുകയായിരുന്നു, 2 ഓട്ടോ 2 സൈഡിലേക്ക് മറിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഓട്ടോ മറിഞ്ഞു വീണത് അഗാധമായൊരു കൊക്കയിലേക്ക് വീഴുമായിരുന്നു. പക്ഷേ ഒന്നും തന്നെ സംഭവിച്ചില്ല. വളരെ മിറാക്കുലസ്ലി, വളരെ അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹം രക്ഷപ്പെട്ടു. പരിശുദ്ധ അമ്മ താങ്ങി നിർത്തിയതാണെന്ന് അവർ ശക്തമായി വിശ്വസിക്കുന്നു. അവരത് ഏറ്റുപറയുകയും ചെയ്യുന്നു. പിന്നെ മകൻ വിദേശത്ത് പോയത് ഇവിടെ പറയാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം സാക്ഷികളില്ലാത്ത സാക്ഷ്യങ്ങൾ നമ്മൾ പറയരുതെന്നാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ള നമ്മുടെ നിബന്ധനകൾ ഉള്ളത്. അതുകൊണ്ട് ഇവരുടെ കുടുംബത്തെ ദൈവം വളരെയധികം അനുഗ്രഹിച്ചിരിക്കുന്നു. എല്ലാ നന്മകൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ ഇവർക്ക് മാക്സിമം എല്ലാ ഏരിയകളിലേക്കും കൃപാസന പത്രം എത്തിക്കുന്നതിനും തങ്ങളാലാവുന്ന വിധം മറ്റുള്ളവർക്ക് ഭക്ഷണവും മറ്റും എത്തിക്കുന്നതിനും അവർ ശ്രമിക്കുന്നു. അവരുടെ ആത്മീയ വളർച്ചയെക്കുറിച്ച് അവർക്ക് ഇന്ന് വിശുദ്ധ കുർബാന, വിശുദ്ധ ബലി ഒരാഘോഷമാണ്. വിശുദ്ധ വായന അവർക്ക് ഒരു ആനന്ദമാണ്. ഇവരുടെ കുടുംബം വളരെ സന്തോഷത്തിലാണ്, എപ്പോഴും പ്രാർത്ഥനയിലാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പരിചരണവും പരിരക്ഷയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ സഹരക്ഷകയാണെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ്. രക്ഷകൻ സഹരക്ഷകയായ അമ്മയോടുകൂടെ എപ്പോഴും കുരിശിനടിയിൽ നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്നു. നമുക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങി ഈശോയിൽ നമുക്ക് ലഭിക്കുന്നു.
നമുക്ക് ഇവരുടെ വലിയ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടി നൽകി ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.